തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നായകനായി അഭിനയിച്ച അവസാന ചിത്രം ജനനായകൻ 5 മാസത്തിലേറെയായി സെൻസർ ബോർഡ് പരിശോധനയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം ഏറെ ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം എപ്പോൾ റിലീസ് ചെയ്യുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് നായകനായ അവസാന ചിത്രം ജനനായകൻ കഴിഞ്ഞ ജനുവരി 9-നായിരുന്നു തിയേറ്ററിലെത്തേണ്ടത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് വിസമ്മതിച്ചതോടെ റിലീസ് അനിശ്ചിതത്തിലാവുകയായിരുന്നു. ജനനായകന്റെ സംഭാഷണങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശം. എന്നാൽ ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് ഇതുവരെ നൽകിയില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ CBFC റിവൈസിംഗ് കമ്മിറ്റിയുടെ മുൻപാകെയാണ് ചിത്രം. അതേസമയം ചിത്രം വൈകുന്നതിനെക്കുറിച്ച് സംവിധായകൻ H. വിനോദ് പ്രതികരിച്ചു. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത പരിമള ആൻഡ് കോ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയതായിരുന്നു വിനോദ്. സംവിധായകന്മാരായ പാണ്ഡ്യരാജ്, രഞ്ജിത്ത്, കോറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ, നടൻ സന്തോഷ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു. പരിപാടിക്കിടെ ജനനായകൻ എന്ന് റിലീസ് ചെയ്യുമെന്ന് അവതാരക വിനോദിനോട് ചോദിച്ചു. അതിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളോട് സത്യം പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ല. എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ പോലും അത് പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകില്ല എന്നായിരുന്നു വിനോദിന്റെ ഉത്തരം. ഇത് കേട്ട് വേദിയിലുണ്ടായിരുന്ന സംവിധായകരടക്കം ചിരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സിനിമയ്ക്ക് CBFC സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടെന്നാണ് ജനനായകന്റെ നിർമ്മാതാവ് വെങ്കട് കെ നാരായണനും KVN പ്രൊഡക്ഷൻസും നേരത്തെ അറിയിച്ചത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ചിത്രം റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് തമിഴ്നാട് ഫിലിം ടെക്നോളജി ആൻഡ് സിനിമാറ്റോഗ്രാഫ് ആക്ട് മന്ത്രി രാജ്മോഹൻ അറുമുഖു വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.